91 സെൻസസ് നടക്കാത്തോണ്ട് ഭാഗ്യം. 11 വരെയാകുമ്പോ ഇന്ത്യ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പോഴും ഇവിടെ വിദ്യാഭ്യാസമില്ലാത്ത ദരിദ്രന്മാരുടെ രാജ്യമായി ഇന്ത്യ പോകുന്നു എന്ന്. ഈ ഇന്ത്യ ഈ നമ്മുടെ രാജ്യത്തെ നേരെ അറിയണമെങ്കിൽ ഈ വെട്ടൂർ രാമനായരുടെ പുരി മുതൽ നാസ്തിക്ക് വരെ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. ഈ പറയുന്നതൊന്നുമല്ല നമ്മുടെ രാജ്യം. ആ രാജ്യം എന്ത് കിടക്കുന്നു, എങ്ങനെ കിടക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ പിന്നെ മാറ്റം ഉണ്ടാകുന്നത് കേരളത്തിൽ പിന്നെ ഒരു മാറ്റം വരുന്നത് ജോസഫ് മുണ്ടശ്ശേരി മാഷിന്റെ വിദ്യാഭ്യാസ ബില്ലാണ്. ഒത്തിരിയധികം വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു മാറ്റത്തിന് ഒരു ചുവട് വെച്ചിരുന്നു. മുണ്ടശ്ശേരി മാഷിന്റെ ഈ കുഴിഞ്ഞ ഇലകൾ എന്ന ആത്മകഥ എടുത്ത് വായിക്കുമ്പോൾ മാഷ് 2 പ്രാവശ്യമാണ് അദ്ദേഹത്തിന് കണ്ണുനീര് വരുന്നത്. ഒന്ന്, സെന്റ് തോമസ് കോളേജിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയത് ഇവിടുത്തെ പൗരോഹിത്യമാണ്. അദ്ദേഹം മതത്തിനെതിരെ എഴുതി എന്നുള്ളതാണ്. പക്ഷെ UC കോളേജിൽ നിന്ന് കുറ്റിപ്പുഴയെ പുറത്താക്കിയില്ല. അതിനേക്കാളും എഴുതിയാണ് കുറ്റിപ്പുഴ. പക്ഷെ കുറ്റിപ്പുഴയെ UC കോളേജ് പുറത്താക്കിയില്ല. കാരണം ആ സഭ വേറൊരു സഭയാണ്. ഇപ്പോഴത്തെ സഭ നിർദ്ദയം അദ്ദേഹത്തെ പിരിച്ചുവിട്ടു. രണ്ടാമത് മുണ്ടശ്ശേരിക്ക് കണ്ണീർ വാർക്കേണ്ടി വന്നത് നിയമസഭയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്ന സമയത്താണ്. മുണ്ടശ്ശേരി നെഹ്റുവിനോട് ഇത് സംസാരിച്ചിരുന്നു. ഇത്തരം ഒരു വിദ്യാഭ്യാസത്തിനെ കുറിച്ച് നെഹ്റു പറഞ്ഞത്, ഇത് വരാൻ പോകുന്ന ഭവിഷ്യത്ത് എത്രമാത്രം വലുതാണെന്ന് താങ്കൾക്കറിയുമോ? ഇങ്ങനെ ഒരു വലിയ പൊളിച്ചെടുത്ത മാറ്റം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് നടത്തിയാൽ. അപ്പോൾ മുണ്ടശ്ശേരി തിരിച്ചു പറഞ്ഞത്, ഇപ്പോൾ ഇത് ചെയ്തില്ല എങ്കിൽ ഒരു കാലത്തും ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായി എന്നാണ് അദ്ദേഹം ഉത്തരം പറഞ്ഞത്. മുണ്ടശ്ശേരി എത്ര ദീർഘദർശിയാണ്. കേരളം എത്ര പുരോഗമിച്ചിട്ടും വിപ്ലവകരമായ വൈജ്ഞാനിക രംഗത്തേക്കുള്ള ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഏത് കാര്യം മുന്നോട്ട് വെച്ചാലും അവിടെ തർക്കങ്ങൾ ഉണ്ടാകും, വിഷയങ്ങൾ ഉണ്ടാകും, അതിനെ തടസ്സപ്പെടുത്തും എന്നുള്ള